ആഴ്ചവട്ടം ഈ ആഴ്ച ദിവസം വൈകി സദയം ക്ഷമിക്കുക. കലാകൗമുദി ആഴ്ചപ്പതിപ്പ് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കലാകൗമുദി ഈ ലക്കം കയ്യിൽ കിട്ടിയപ്പോൾ വലിയ സന്തോഷമാണ് തോന്നിയത്. കാരണം എസ് ബാസുരേന്ദ്രനുമായി ദീർഘ സംഭാഷണം. അദ്ദേഹം കേരളകൗമുദിയുടെ മാഗസിൻ എഡിറ്ററും സീനിയർ ജേർണലിസ്റ്റുമാണ്, എഴുത്തുകാരനാണ്, തിരക്കഥാകൃത്താണ്. അങ്ങനെ സിനിമാക്കാരനും എഴുത്തുകാരനും ജേർണലിസ്റ്റും എല്ലാമായ ബാസുരേന്ദ്രൻ. അപ്പോൾ അദ്ദേഹവുമായുള്ളൊരു ദീർഘ സംഭാഷണം അത് നന്നായല്ലോ എന്ന് തോന്നി. മുൻമന്ത്രി ജി സുധാകരൻ്റെ മനസ്സിൽ ചെളിയില്ലാത്തോർ എന്ന കവിത, ഡോക്ടർ ശ്രീരേഖ പണിക്കരുടെ കഥ, ഒളിമ്പിക്സ് പൊരുതാൻ പോകുന്ന ഇന്ത്യ, NS വിജയകുമാറിൻ്റെ ലേഖനം. ഇതിന് പുറമെ BV പവനൻ, കേരളകൗമുദിയുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റായിരുന്ന അനിലൻ എന്ന പേരിൽ വളരെ രസകരമായി എഴുതിയിരുന്ന BV പവനൻ്റെ ലേഖനമുണ്ട് വിഴിഞ്ഞുവുമായി ബന്ധപ്പെട്ട്. പിന്നെ ഷാജി ജേക്കബിൻ്റെ 2 ലേഖനങ്ങളുണ്ട്. ദീപികയുടെ സീനിയർ എഡിറ്റർമാരിൽ ഒരാളായിരുന്ന സ്പോർട്സ് ലേഖകൻ ഷാജി ജേക്കബ് നമ്മുടെ ക്രിക്കറ്റ് അസോസിയേഷനിൽ നടന്ന ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് അതിൽ ക്രിക്കറ്റ് അസോസിയേഷനുള്ള ധാർമ്മികവും നിയമപരവുമായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഒടുവിൽ നടന്ന മത്സരങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുമുണ്ട്. അങ്ങനെ സമ്പന്നമാണല്ലോ കലാകൗമുദി എന്ന് കരുതി ആദ്യം വായിച്ചത് എസ് ബാസുരേന്ദ്രൻ്റെ അഭിമുഖമാണ്. അഭിമുഖം ബാസുരേന്ദ്രനുമായി ദീർഘ സംഭാഷണം ആണ് നടത്തിയിരിക്കുന്നത്. വളരെ നല്ല ലേഔട്ടും കാര്യങ്ങളും ഒക്കെയാണ്. വളരെ നല്ല ലേഔട്ടിൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങളും എല്ലാം വെച്ച് വളരെ ഭംഗിയായി D ദേവരാജനാണ് അഭിമുഖം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് വായിച്ചപ്പോഴാണ് വളരെ അപകടകരമായ ചില നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും അദ്ദേഹം നടത്തിയിരിക്കുന്നതായി കണ്ടത്. എന്നെ ഞെട്ടിച്ചത് അതിൻ്റെ ആരംഭത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് വായനക്കാരിൽ നിന്ന് നോവലും, നോവലിൽ നിന്ന് വായനക്കാരും അകന്നു പോകുന്നു. പുസ്തകം ചറപറ വിറ്റുപോകുന്നുണ്ടാവാം. ഇന്നലെ നമ്മളെ നോവലുകളിലേക്ക് വലിച്ചിരുന്ന ആകാംക്ഷ നിർമ്മാണം, ഭാഷാ മാസ്മരം, മനുഷ്യബന്ധങ്ങളിലെ നാടകം, ഭാവങ്ങളുടെ നീരൊഴുക്ക്, ലോലത, ആർദ്രത, റൊമാൻസ്, പൊയറ്റിക് ജസ്റ്റിസ് തുടങ്ങിയവയെല്ലാം ഊരിയെറിഞ്ഞ് മലയാള നോവൽ അണ്ടർവയറിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ പോലെ ഇപ്പോൾ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം കേരളകൗമുദിയുടെ എഡിറ്റർമാരിൽ ഒരാളാണ്. അപ്പോൾ അത്രയും ബഹുമാനം അർഹിക്കുന്ന ഒരാൾ അദ്ദേഹം നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ മലയാള നോവൽ സാഹിത്യം എല്ലാം ഊരിയെറിഞ്ഞ് അടിവസ്ത്രത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭാഷണം മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നോവലിന് അടിവസ്ത്രമെങ്കിലും ഉണ്ടല്ലോ, ബാക്കി ചിന്തിയമാണ്, നിങ്ങൾക്ക് ചിന്തിക്കാം. ഇതിൽ വളരെ വിചിത്രമായ ചില കണ്ടെത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മാത്രമാണ് ശരി. നമ്മുടെ ഇക്കാലത്തെ ഏറ്റവും വലിയ പ്രതിഭാസമാണല്ലോ പിണറായി മോദി. കാരണം ഞാനാണ് ശരി, ഐ ആം ദി സ്റ്റേറ്റ്, ഞാനാണ് അവസാന വാക്ക് എന്ന് പറയുന്ന മോദിയുടെയും പിണറായിയുടെയും എല്ലാം അതേ മനോഭാവം തന്നെയാണ് ഈ പത്രാധിപരും കാണിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഏറ്റവും നല്ല നോവലിസ്റ്റാണ്, ഞാൻ ഏറ്റവും നല്ല കഥാകൃത്താണ്, ഞാൻ നല്ല ജേർണലിസ്റ്റാണ്, ഞാൻ നല്ല പ്രാസംഗികനാണ്, എല്ലാം അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾക്ക് പറ്റിയ ചോദ്യങ്ങളാണ് എല്ലാം. അപ്പോൾ ഈ ദേവരാജൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഈ ദേവരാജന് ഇതുപോലെ ബാസുരേന്ദ്രനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന നിലവാരമുള്ള ഒരാളല്ല എന്ന് നമ്മുടെ സഹ ജേർണലിസ്റ്റുകൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചോദ്യങ്ങളും ഉത്തരവും എല്ലാം എഴുതി തയ്യാറാക്കിയത് ബാസുരേന്ദ്രൻ തന്നെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്ന വലിയ വിചിത്രമായൊരു കാര്യം, നമ്മുടെ ആനന്ദിൻ്റെ ആൾക്കൂട്ടം വായിച്ച ഒരാളിനെ കണ്ടെത്തണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഇത്രയും വർഷത്തിനിടയിൽ ആൾക്കൂട്ടം വായിച്ച ഒരാളിനെ അന്വേഷിച്ച് കാഞ്ഞങ്ങാട് വരെ പോകേണ്ടി വരും. അവിടെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ വേണമെങ്കിൽ ചരിത്രാന്വേഷികൾക്ക് പോയി അഭിമുഖം നടത്താം എന്നാണ്. അപ്പോൾ അത്രയ്ക്ക് വായനക്കാരില്ലാത്ത അല്ലെങ്കിൽ വായിക്കപ്പെടാത്ത
ഒന്നാണ് ആൾക്കൂട്ടവും അതിൻ്റെ രചയിതാവായ ആനന്ദും എന്ന് പറഞ്ഞാൽ മലയാളികൾ ആരും വിശ്വസിക്കില്ല. കാരണം ഞാനുൾപ്പെടെ ഉള്ള ആളുകൾ ഏതാണ്ട് 10-40 കൊല്ലം മുമ്പ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് പാഠപുസ്തകം എന്ന നിലയിൽ തന്നെ ആൾക്കൂട്ടം പഠിക്കുകയും വായിക്കുകയും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയും ചെയ്ത ഒരാളാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള എല്ലാവരും ആൾക്കൂട്ടം വായിച്ചിട്ടുണ്ട്. ഞാനിത് അന്വേഷിച്ച് കലാകൗമുദിയിൽ വിളിച്ചപ്പോൾ കലാകൗമുദിയിലെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ ആൾക്കൂട്ടം വായിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം ആൾക്കൂട്ടം വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആൾക്കൂട്ടത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. ആൾക്കൂട്ടം മികച്ച നോവൽ ആയിരുന്നില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ നോവൽ മികച്ചതോ അല്ലയോ എന്നറിയണമെങ്കിൽ അത് വായിക്കണ്ടേ? ഞാൻ വായിച്ചിട്ടില്ല. ഒരുപാട് പറഞ്ഞ് കുളമാക്കാതെ പണ്ട് പറഞ്ഞ ഒരു തമാശ പറയാം. ആൾക്കൂട്ടം മുഴുവൻ വായിച്ച ഒരാൾ കാഞ്ഞങ്ങാട് ഭാഗത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അത്തരത്തിലാണ് അതിൻ്റെ മറുപടി. എന്നിട്ട് അതിങ്ങനെയാണ് തുടരുന്നത്: ആനന്ദിൻ്റെ നോവലുകൾ ബെസ്റ്റ് സെല്ലർ അല്ലേ എന്നടുത്ത ചോദ്യം. അപ്പോൾ അതിനുള്ള മറുപടി, ഞാൻ പറയുന്നത് നോർമലായ ഒരാൾക്ക് ആനന്ദിനെ വായിച്ച് മുന്നേറാൻ സാധിക്കില്ലെന്നാണ്. നമ്മുടെ നാട്ടിൽ 10,000-കണക്കിന് അബ്നോർമൽ ഫെലോസ് ഉണ്ട്. ആനന്ദ് ആരാധകരെ കൂട്ടിയിണക്കുന്ന പൊതുവായ ഒരു ഇഴ ഞാൻ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു. എന്താണത്? ഭയങ്കര ബോറന്മാരാണ് അവർ. ഇത്തരത്തിലാണ് അദ്ദേഹം ആനന്ദിനെ വിലയിരുത്തിയിരിക്കുന്നത്. ഇനി അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്നത്, സമകാലീന മലയാള നോവലിനെ പറ്റി 100% അതൃപ്തനാണ് താങ്കൾ. ആരെല്ലാമാണ് മലയാള നോവലിനെ നശിപ്പിച്ചത്? ചോദ്യമാണ്. അപ്പോൾ ഒരാളിൻ്റെ പേര് പറഞ്ഞാൽ മതി, ചിത്രം വ്യക്തമാകും. ആ മഹാന്റെ പേര് ആനന്ദ് എന്നാണ്. ഇന്നിപ്പോൾ ആരും ഓർക്കാത്ത എം ഗോവിന്ദൻ എന്ന ഒരു ആചാര്യനുണ്ടായിരുന്നു 70കളിൽ. ഇവിടെ എം ഗോവിന്ദനും 40 കള്ളന്മാരും എന്നാണ് ഞാൻ പറയുക. തെരുവായിക്ക് എതിർവായില്ലാത്ത സാംസ്കാരിക സംഘമായിരുന്നു മാഫിയ സംഘം എന്ന് വിളിക്കാനൊന്നും എനിക്ക് യാതൊരു മടിയുമില്ല. അന്നത്തെ മദ്രാസിൽ നിന്നുള്ള സമീക്ഷ എന്ന സമാന്തര മാഗസിനിലൂടെ ആയിരുന്നു മുഴുവൻ കളിയും. സമീക്ഷയും ഗോവിന്ദൻ ഭജന സംഘവും പ്രഖ്യാപിച്ചു ആനന്ദ് എന്നൊരു സാഹിത്യകാരൻ്റെ ആൾക്കൂട്ടം എന്ന നോവൽ വരികയാണെന്നും. അപ്പോൾ എം ഗോവിന്ദനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വിമർശനം ഇതുവരെ ആരും നടത്തി ഞാൻ കേട്ടിട്ടും വായിച്ചിട്ടുമില്ല. കാരണം ഗോവിന്ദൻ ഒരു കാലത്ത് മലയാളത്തിലെ കവികൾക്കും എഴുത്തുകാർക്കും ഏറെ പ്രചോദനമായ വ്യക്തിയാണ്. കാരണം അയ്യപ്പ പണിക്കരും കടമ്മനിട്ടയും ഡി വിനയേന്ദ്രനും എ അയ്യപ്പനും അടക്കമുള്ളവരെല്ലാം തന്നെ ഈ സമീക്ഷ സ്കൂളിൽ വളർന്നവരാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കവിതയിലെയും സാഹിത്യത്തിലെയും പുതുതലമുറയെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചിരുന്ന എം ഗോവിന്ദൻ, അദ്ദേഹത്തിൻ്റെ കവിതകളും മനോഹരമായ കവിതകളും ഉണ്ട്. മാത്രമല്ല, നമ്മളെ കലാകൗമുദിയെ സംബന്ധിച്ചിടത്തോളം കലാകൗമുദിയുടെ ആരംഭകാലത്ത് എം ഗോവിന്ദനും എം വി ദേവനുമാണ് കലാകൗമുദിയുടെ തുടക്കത്തിന് നമ്മുടെ പത്രാധിപർ MS മണിസാറിനെയും അതുപോലെ NRS ബാബുവിനെയും S ജയചന്ദ്രൻ സാറിനെയും എല്ലാം സഹായിച്ചിരുന്നത്. ആ ത്രിമൂർത്തികൾക്ക് ഒരു വലിയ പ്രേരക ശക്തിയായിരുന്നു എം ഗോവിന്ദൻ, എം വി ദേവൻ, എം പി നാരായണപിള്ള. അപ്പോൾ ആ ത്രിമൂർത്തികളെക്കുറിച്ചൊന്നും ഒരിക്കലും നമുക്ക് മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കാനോ എഴുതാനോ ആവില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തിൽ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ മണിസാറിനെ മാത്രമാണ് അദ്ദേഹം അംഗീകരിക്കുന്നതും നല്ല 4 വരികൾ പറഞ്ഞിരിക്കുന്നതും. പിന്നെ എഴുത്തുകാരിൽ അദ്ദേഹം MD അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ചുരുക്കം വ്യക്തികളെ മാത്രമാണ് അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നതും അദ്ദേഹം മാർക്കിട്ടിരിക്കുന്നതും. അപ്പോൾ സക്കറിയ എഴുത്തച്ഛൻ അവാർഡ് സ്വീകരിച്ചതിനെതിരായി താങ്കൾ 2 വിമർശന മുഖങ്ങൾ പറയാറുണ്ടല്ലോ. അപ്പോൾ നേരത്തെ അദ്ദേഹം വിമർശിച്ചിരുന്നു എഴുത്തച്ഛൻ അവാർഡ് സക്കറിയയ്ക്ക് കിട്ടിയതിന്. അതിനുള്ള മറുപടി, സക്കറിയയ്ക്ക് എഴുത്തച്ഛൻ അവാർഡിനേക്കാൾ വലിയ പുരസ്കാരം കിട്ടിയാലും സന്തോഷമാണ്. പക്ഷേ എഴുത്തച്ഛനാവുമ്പോൾ കഥ മാറും. എഴുത്തച്ഛൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിൽക്കട്ടെ, ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഗുണവശത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. സക്കറിയ എന്ന വ്യക്തിത്വം
എന്തോ വിലമതിക്കാനാവാത്ത സംഭവം ആണെന്നല്ലേ നമ്മൾ ധരിച്ചിരിക്കുന്നത്. അമൂല്യം, തെറ്റ്. അഭിവന്ദ്യ അച്ചായന് CPM കൃത്യമായ വിലയിട്ടു, 5 ലക്ഷം രൂപ. MDയും ടി പത്മനാഭനും എഴുത്തച്ഛൻ അവാർഡ് സ്വീകരിച്ച പോലെയല്ല സക്കറിയ അത് കൈപ്പറ്റിയത്. കമ്മ്യൂണിസത്തെ തരം കിട്ടുമ്പോഴെല്ലാം കണക്കിന് പരിഹസിച്ചിരുന്ന സക്കറിയയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് 5 ലക്ഷത്തിൻ്റെ പുരസ്കാരം നൽകുമ്പോൾ അവിടെ വ്യക്തമായൊരു പർച്ചേസിംഗ് ഉണ്ട്. ഒരു സങ്കടമുള്ളത് 2.5 കൊടുക്കുമോ എന്ന് സക്കറിയോട് ചോദിച്ചു. മുന്നിൽ കച്ചവടം ഉറപ്പിക്കാൻ വേറെ ആർക്കും അവസരം കിട്ടിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. സാംസ്കാരിക തലവും പർച്ചേസിങ്ങും മറന്നാൽ വലിയ ഒരു പുരസ്കാരത്തിന് തികച്ചും അർഹനല്ലേ? ചോദ്യമാണ്. പിന്നെ എല്ലാം കൊണ്ടും 70കളിലും 80കളിലും അമൂല്യമാം വിധം ബ്രില്യൻ്റായ കഥകൾ നമുക്ക് തന്നയാളാണ്. പക്ഷേ അതൊക്കെ വൺസ് അപ്പോൺ എ ടൈമാണ്. ഈ നൂറ്റാണ്ടിൽ മികച്ച ഒരൊറ്റ കഥ പോലും സക്കറിയ എഴുതിയില്ല. തേനെന്നോ പാലെന്നോ ഒക്കെ ചിലർ പറയും. തേനൊക്കെ മോശം കഥയാണ്. പോരാത്തതിന് അറപ്പുണ്ടാക്കുന്ന സെക്സും എഴുതി തുടങ്ങി. വയസ്സിൻ്റെ ശരത്കാലം ആവുമ്പോൾ ചിലർക്ക് ഈ പ്രശ്നമുണ്ട്. സക്കറിയ മാറിയെങ്കിലും സക്കറിയയുടെ പഴയ കമ്മ്യൂണിസ്റ്റ് വിമർശനം നിലനിൽക്കുന്നില്ലേ എന്നാണ് അടുത്ത ചോദ്യം. നിലനിൽക്കില്ല. കമ്മ്യൂണിസം വലിയ മഹത്തായ ഒരു സൈദ്ധാന്തികതയാണ്. അതിനോടുള്ള എതിർപ്പ് ഫലപ്രദമാകണമെങ്കിൽ അത് മറ്റൊരു സൈദ്ധാന്തികതയാവണം. ഇത്തരത്തിലാണ് സക്കറിയയെക്കുറിച്ചുള്ള വിലയിരുത്തൽ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഒട്ടേറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടും എന്നെ ഒട്ടും ആകർഷിക്കാത്ത നല്ലൊരു നോവലിസ്റ്റ് അടിമുടി മാറ്റി എഴുതിയാൽ വളരെ നന്നാക്കാവുന്ന നോവൽ. ആ മാറ്ററിൻ്റെ പേരിലാണ് പ്രശംസിക്കപ്പെട്ടത്. എഴുത്ത് വേറൊരു സംഗതിയാണ്. അപ്പോൾ അടുത്ത ചോദ്യമായി സ്മാരകശിലകളെക്കുറിച്ച് ചോദിക്കുകയാണ്. മാറ്റർ ഗംഭീരം, എഴുത്തു നന്നായില്ല. മുകുന്ദൻ്റെയും പുനത്തിലിൻ്റെയും പ്രശ്നം ഒന്നാണ്. ചെറുകഥയ്ക്ക് വേണ്ട ഭാഷയേ ഉള്ളൂ. നോവലിനെ നോവലാക്കുന്ന ഭാഷയുടെ സംഗീത കച്ചേരി ഇല്ല. തീരെ ഭാഷാ സംഗീതമില്ലാത്ത എഴുത്തുകാർ. ആലോചിച്ചു നോക്കൂ, എത്രയോ പതിറ്റാണ്ടുകളായി മലയാളി വായിക്കുന്ന മുകുന്ദനെയും കുഞ്ഞബ്ദുള്ളയെയും കുറിച്ച് ആവിലായിലെ സൂര്യോദയവും സ്മാരകശിലകളുമെല്ലാം നമ്മുടെ സാഹിത്യ ലോകവും വായനക്കാരും അംഗീകരിച്ച സൃഷ്ടികളാണ്. അവർക്ക് ഭാഷയില്ല, അവർക്ക് ചെറുകഥ എഴുതാനുള്ള ക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ ഇത്രയും ഈഗോ ഒരാളിന് ആകാമോ? അതാരായാലും എന്ന് തോന്നിപ്പോകുന്നു. മുകുന്ദൻ എഴുതുന്നത് ഇന്നും കാത്തിരിക്കുന്ന വായനക്കാരുണ്ട്. കുഞ്ഞബ്ദുള്ള നമ്മോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാഹിത്യവും സ്മാരകശിലകൾ ഇഷ്ടപ്പെടുന്ന എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് വായനക്കാരും ആസ്വാദകരും അദ്ദേഹത്തിനുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരെ കടന്നാക്രമിച്ചുകൊണ്ട് വിവാദമുണ്ടാക്കുക, ബോധപൂർവം വിവാദമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണോ ഭാസുരേന്ദ്രൻ ഈ അഭിമുഖത്തിൽ നടത്തിയിരിക്കുന്നത് എന്ന് സംശയിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം താൻ MA ഫസ്റ്റ് ക്ലാസ്സുകാരനാണെന്നും പക്ഷേ താൻ അധ്യാപക ജോലി സ്വീകരിക്കാത്തത് അധ്യാപകരെ കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും അവരൊരു പ്രയോജനവുമില്ലാത്ത ആളുകളാണെന്നും അതുകൊണ്ടാണ് അധ്യാപകനാവാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം ഒരു മറുപടിയായി പറയുന്നത്, അദ്ദേഹത്തിന് വേണമെങ്കിൽ അധ്യാപകനാകാമായിരുന്നു. നല്ല എഡിറ്റർ എന്നുള്ള നിലയിൽ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാഷയെ അതിജീവിക്കാൻ മറ്റ് ജേർണലിസ്റ്റുകൾക്കൊന്നും ആയിട്ടില്ല. ഇങ്ങനെ സ്വയം പുകഴ്ത്തുന്ന തരത്തിലുള്ള താൻ മാത്രമാണ് അവസാനം ശരി എന്ന തരത്തിൽ ഈ അധ്യാപകരെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അധ്യാപകനായിരുന്നു, മുണ്ടശ്ശേരി അധ്യാപകനായിരുന്നു, CJ തോമസ് അധ്യാപകനായിരുന്നു, MK സാനു അധ്യാപകനായിരുന്നു, പ്രൊഫസർ KM ഡാനിയൽ, AR രാജരാജവർമ്മ, അങ്ങനെയുള്ള മഹാന്മാർ അധ്യാപകരായിരുന്നു. AR രാജരാജവർമ്മയും പിന്നെ
യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പഠിച്ച ആളുകളാണ്. ഈവൻ ചങ്ങമ്പുഴ പോലും അധ്യാപകൻ്റെ കുപ്പായം ഇട്ടിട്ടുണ്ട്. ചങ്ങമ്പുഴ മോശക്കാരനായിരുന്നോ? അപ്പോൾ അധ്യാപകർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈലോപ്പള്ളിയും അധ്യാപകനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അധ്യാപനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശപ്പെട്ട കാര്യമല്ല. വിഷ്ണുനാരായണൻ നമ്പൂതിരി, ഹൃദയകുമാരി, അങ്ങനെ ഈ തലമുറയെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ തന്നെ ആ സമൂഹത്തിനും സാഹിത്യത്തിനും വലിയ വലിയ സംഭാവനകളല്ലേ നൽകിയിട്ടുള്ളത്. പ്രൊഫസർ എം ലീലാവതി, പ്രൊഫസർ കെ ജി ശങ്കരപ്പിള്ള, സച്ചിദാനന്ദൻ, ഡോക്ടർ അയ്യപ്പ പണിക്കർ, ഇവരൊക്കെ അധ്യാപകരായിരുന്നു, അറിയപ്പെടുന്ന അധ്യാപകരായിരുന്നു. ഇംഗ്ലീഷ് അധ്യാപകരും മലയാളം അധ്യാപകരും ഈവൻ ഭാഷാധ്യാപകരല്ലാത്ത അധ്യാപകർ പോലും നമ്മളെ സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ നെഹ്റു മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്ന ജോൺ മത്തായി, അദ്ദേഹത്തിൻ്റെ പേരിലാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ എക്കണോമിക്സ് വിഭാഗം ജോൺ മത്തായി സെൻറ്റർ, സ്കൂൾ ഓഫ് ഡ്രാമയും തൃശ്ശൂർ അരുണാട്ടുകരയിൽ പ്രവർത്തിക്കുന്നത്. EMS മുഖ്യമന്ത്രിയായിരിക്കെ ജോൺ മത്തായിയെ വൈസ് ചാൻസലർ ആകാൻ വേണ്ടി ക്ഷണിച്ചത് മുഖ്യമന്ത്രി അങ്ങോട്ട് ചെന്നിട്ടാണ്. ജോൺ മത്തായിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കേരള സർവകലാശാലയുടെ, അന്ന് നമുക്ക് ഒറ്റ സർവകലാശാലയേ ഉള്ളൂ, കേരള സർവകലാശാല, അതിൻ്റെ VC ആകാൻ ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ EMS ചെന്ന് നേരിട്ട് ക്ഷണിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം VC ആകാൻ തയ്യാറായത്. അപ്പോൾ ജോൺ മത്തായിയുടെ സംഭാവന എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരുപാട് സംഭാവനകൾ, നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിനും നമ്മുടെ സാമ്പത്തിക രംഗത്തിനും മന്ത്രി എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും അധ്യാപകൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. അതുകൊണ്ട് ഇദ്ദേഹം പലരെക്കുറിച്ച് വിമർശിച്ചെങ്കിലും ഇദ്ദേഹം നടത്തിയ വിമർശനങ്ങളിൽ ഒട്ടും നമുക്ക് യോജിക്കാൻ കഴിയാത്തത് അധ്യാപകർ ഒന്നിനും കൊള്ളാത്തവരാണെന്നും അതുകൊണ്ട് അദ്ദേഹം അധ്യാപകൻ്റെ വേഷം കെട്ടിയില്ല എന്നുമുള്ള പറച്ചിലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലയളവിലുണ്ടായ പത്രാധിപന്മാരിൽ MS മണി എന്ന് പറയുന്ന ചീഫ് എഡിറ്ററെക്കുറിച്ച് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെയും ചീഫ് എഡിറ്ററായിരുന്ന മണിസാറിനെക്കുറിച്ച് മാത്രമാണ് 4 വരികൾ നല്ലത് പറഞ്ഞത്. പിന്നെ അദ്ദേഹം അംഗീകരിക്കുന്ന ഏക പത്രാധിപർ മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബാണ്. മറ്റ് ജേർണലിസ്റ്റുകളും എഴുത്തുകാരും ഒന്നും ഈ കാലയളവിൽ ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കൗമുദിയിൽ തന്നെ PK ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, KP സദാനന്ദൻ ഉണ്ടായിരുന്നു, NRS ബാബുവും S ജയചന്ദ്രൻ നായരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ എഴുത്തുകാരും അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളുമായിരുന്നു. മലയാള ഭാഷയ്ക്കും മലയാള പത്രപ്രവർത്തന മാധ്യമ രംഗത്തിനും ഒരുപാട് സംഭാവന നൽകിയ കലാകൗമുദിയുടെയും കേരളകൗമുദിയുടെയും ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ മുഴുനീള ചിത്രവുമെല്ലാം വെച്ച് ഇത്തരം ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചത് എന്തായാലും കലാകൗമുദി പൂട്ടിക്കാനുള്ള ഒരു ശ്രമമാണോ ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന് വേണം സംശയിക്കാൻ. കലാകൗമുദിയെക്കുറിച്ച് ദീർഘമായി ആ അഭിമുഖമുള്ളതുകൊണ്ട് പറയേണ്ടി വന്നു. മാതൃഭൂമി വീക്കിലിയിൽ ഇത്തവണ വായനയെ ഭയന്ന അധികാരം, ജയപ്രഭാഷിൻ്റെ ലേഖനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ മലയാളികളെന്നല്ല, വായനയെ സ്നേഹിക്കുന്ന എല്ലാവരും വായിക്കേണ്ട ഒരു ലേഖനം തന്നെയാണ്. കൽപ്പറ്റ ആറ്റൂർ രവിവർമ്മയെക്കുറിച്ച് കൽപ്പറ്റയുടെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ലേഖനവുമുണ്ട്. ജീവിച്ചിരുന്ന കാലത്ത് വേണ്ട രീതിയിൽ ആദരിക്കുകയോ പഠിക്കുകയോ ചെയ്യപ്പെടാതെ പോയ ആറ്റൂർ കവിതകളെക്കുറിച്ച് തീർച്ചയായും ജീവിച്ചിരിക്കുന്ന പ്രശസ്ത കവിയായ ആറ്റൂരിൻ്റെ വിലയിരുത്തലും ഓർമ്മകളും വിലപ്പെട്ടതാണ്. അതുപോലെ രാമേന്ദ്രൻ ഗുഹയുടെ 6 അശ്വിനെ വായിക്കുന്നു എന്ന ലേഖനം. അടുത്ത് നമ്മോട് യാത്ര പറഞ്ഞ KK ഹിരണ്യൻ എന്ന കവിയെക്കുറിച്ച് ഓർമ്മകൾ, S ഗോപാലകൃഷ്ണൻ്റെ ലേഖനം. ഹിരണ്യനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയുടെ വാക്ക് ഇൻ തന്നെ 4 ലക്കങ്ങൾക്ക് മുമ്പ് ഏറ്റവും മികച്ച ചില വായനക്കാരെ തിരഞ്ഞെടുത്ത് മുഖ
മുഖചിത്രമാക്കാൻ ഒരുങ്ങുമ്പോൾ പത്രാധിപ സമിതിയുടെ ഓർമ്മയിൽ ആദ്യം വന്ന പേരുകളിലൊന്നായിരുന്നു KK ഹിരണ്യൻ. എന്നാൽ നേരിട്ട് സംസാരിക്കാനോ ആവശ്യമായ മട്ടിലൊരു കുറിപ്പ് തയ്യാറാക്കാനോ കഴിയാത്ത വിധം അദ്ദേഹം സ്മൃതിനാശത്തിൻ്റെ പിടിയിൽ ആയിക്കഴിഞ്ഞിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും മാതൃഭൂമി വിഷുപ്പതിപ്പിൻ്റെ കവിതാ മത്സരങ്ങളിൽ സമ്മാനം നേടിയ പ്രതിഭാശാലിയായിരുന്നു ഹിരണ്യൻ. നിരൂപകനും അധ്യാപകനും ഒക്കെയായി കർമ്മനിരതനായിരുന്നെങ്കിലും ഗംഭീരനായ വായനക്കാരൻ എന്ന നിലയ്ക്കായിരുന്നു അദ്ദേഹം കൂടുതൽ പ്രിയങ്കരൻ. ഓർമ്മ വെച്ച കാലം മുതൽക്ക് താൻ വായിച്ച എന്തും, വിശേഷിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന രചനകൾ ഒരു ഛായാഗ്രാഹിയിൽ എന്ന പോലെ മനസ്സിലൊപ്പിയെടുത്ത KK ഹിരണ്യൻ ഓർമ്മയായ ആഴ്ചയാണിത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തിയെ ഓർക്കുന്ന S. ഗോപാലകൃഷ്ണൻ്റെ കുറിപ്പിൽ നിന്ന് ഈ ആഴ്ചത്തെ വായന. എന്തായാലും മലയാളികൾക്ക് മറക്കാനാവാത്ത കവിതകൾ സമ്മാനിച്ച ഹിരണ്യനെക്കുറിച്ചുള്ള ഓർമ്മകൾ. പിന്നെ കവിതകൾ ആപ്പിളും ന്യൂട്ടനും, ഒരസമന്ത കവിത, വീരാൻകുട്ടി, ഉരൽ, MS ബിനീഷ്, ചില്ലുതെളിച്ചം, രാജൻ CH, തിരശ്ശീലയിൽ ദിവാകരൻ വിഷ്ണുമംഗലം, ലീല, അമ്മു ദീപ. വായനയുടെ ചരിത്രവും വർത്തമാനവും, ആദ്യം പറഞ്ഞ വായനയെക്കുറിച്ചുള്ള പ്രഭാഷിൻ്റെ ലേഖനം. പിന്നെ നോവൽ, കഴിഞ്ഞ ലക്കം ആരംഭിച്ച ബെന്യാമിൻ്റെ മൾബറി. ഭൂതവും വർത്തമാനവും എന്ന തലക്കെട്ടിലാണ് അശ്വിൻ എന്ന ബൗളർ ബാറ്റ് എന്തിയതെന്തിന് എന്ന രാമേന്ദ്രൻ ഗുഹയുടെ ലേഖനം. ചന്ദ്രകലാധരൻ കഥ, ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ. ആത്മകഥ, ഇന്ദുരുധനസ്. ചിത്രകലാ നിരൂപണം, തൊഴിൽ സ്ത്രീയെ വരയ്ക്കുന്നു, ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ. തൊഴിൽ സ്ത്രീയെ വരയ്ക്കുന്നു. അങ്ങനെ സമ്പന്നമാണ് ഈ ആഴ്ചത്തെ മാതൃഭൂമി. മലയാളം വാരിക അരുന്ധതി റോയിയുടെ കവർ ചിത്രവുമായിട്ടാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരി മാത്രമല്ല, ആക്ടിവിസ്റ്റും ആയ അരുന്ധതി റോയ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളുടെ അഭിമാനമായ അരുന്ധതി റോയിയെക്കുറിച്ച് S. ജയചന്ദ്രൻ സാർ നടത്തിയ അദ്ദേഹത്തിൻ്റെ ലേഖനം, വിശദമായ ഒരു ലേഖനം, അതുതന്നെയാണ് മലയാളം വാരികയെ ഈ ലക്കം വ്യത്യസ്തമാക്കുന്നത്. പഴയ നിയമം പുതിയ നിയമം, സെബാസ്റ്റ്യൻ പോളിൻ്റെ ലേഖനം. വിഴിഞ്ഞം വായ്ത്താരികൾക്കും അപ്പുറം. കാരണം വിഴിഞ്ഞം പദ്ധതിയിൽ നടന്ന കള്ളക്കളികളും അത് നമ്മുടെ സംസ്ഥാനത്തിന് എത്രത്തോളം നഷ്ടമാണ്. കാരണം 60 കൊല്ലത്തേക്കുള്ള ഈ എഗ്രിമെൻ്റ് കഴിയുമ്പോൾ മാത്രമേ ഈ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം കേരളത്തിന് ലഭിക്കൂ. അപ്പോൾ അദാനിക്ക് വേണ്ടി നമ്മുടെ കടലും നമ്മുടെ മത്സ്യസമ്പത്തും നമ്മളെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും എല്ലാം അടിയറ വെച്ച ഒന്നാണ് വിഴിഞ്ഞം പദ്ധതി. കാരണം മദർഷിപ്പ് വന്നു, ഇനി കപ്പലുകളുടെ പ്രവാഹം എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുമ്പോൾ നാം എത്ര വലിയ ഒരു കടക്കണിയിലേക്കാണ് ഈ വിഴിഞ്ഞം പദ്ധതിയിലൂടെ മലയാളിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാരണം 60 വർഷത്തിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഒരു വരുമാനം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കും എന്ന് പറയുമ്പോൾ, ഉമ്മൻചാണ്ടി ആയാലും ഇപ്പോൾ പിണറായി സർക്കാരായാലും വിഴിഞ്ഞം പദ്ധതിയെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ അവർ കാണിക്കുന്ന എല്ലാ അവകാശവാദങ്ങളും അടുത്ത തലമുറയ്ക്ക് വലിയ ഒരു ഭാരമായി മാറും എന്നാണ് ലേഖകൻ ഇതിൽ പറയുന്നത്. പിന്നെ ഡോക്ടർ B. അശോകൻ്റെ ദർശന നിർമ്മിതം, നീതിയുടെ നിലയ്ക്കാത്ത ശബ്ദം എന്നാണ് ജയചന്ദ്രൻ സാറ് അരുന്ധതി റോയിയെക്കുറിച്ചുള്ള ലേഖനം. അതിൻ്റെ തലക്കെട്ട് അങ്ങനെയാണ്. ജയചന്ദ്രൻ സാറിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും പ്രകാശമാനമായ ശബ്ദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അരുന്ധതി റോയിക്ക് ഇക്കൊല്ലത്തെ പെൻ പ്രിൻ്റർ പുരസ്കാരം നൽകുന്നതിലൂടെ ധിഷണാപരമായി അസാധാരണ നിശ്ചയദാർഢ്യത്തെയാണ് ആദരിക്കുന്നതെന്ന് രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ
62കാരിയായ ആ എഴുത്തുകാരി കടന്നു വന്ന വഴികൾ, വൈതരണികൾ, വിഘ്നങ്ങൾ ഏതൊക്കെയാണ് എണ്ണിപ്പറയാനാവാത്ത വിധം അനവധിയാണ്. റോയൽ സൊസൈറ്റി ഓഫ് ലിറ്ററേച്ചറിലെ ഓണററി ഫെലോയായ റൂത്ത് ബോർച്ചുവയ്ക്ക് പ്രശസ്ത അഭിനേതാവായ ഖാലിദ് അബ്ദുള്ള, കവിയായ റോജർ റോബിൻസൺ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് പിൻഡർ പുരസ്കാരത്തിനായി അരുന്ധതി റോയിയെ തിരഞ്ഞെടുത്തത്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ബ്രിട്ടനിലെ പ്രമുഖ നാടക രചയിതാവായ ഹറോൾഡ് പിൻഡറുടെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ അരുന്ധതി റോയി നടത്തിയ എല്ലാ പോരാട്ടങ്ങളെക്കുറിച്ചും വിശദമായി ജയചന്ദ്രൻ സാറ് പ്രതിപാദിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ജീവിച്ചിരിക്കുന്ന പത്രാധിപന്മാരിൽ പ്രമുഖനായ എഴുത്തുകാരൻ കൂടിയായ ജയചന്ദ്രൻ സാർ അരുന്ധതി റോയിയെക്കുറിച്ച് എഴുതിയ ലേഖനം മാത്രം മതി മലയാളം വാരിക ഈ ലക്കം ശ്രദ്ധേയമാക്കാൻ. മാധ്യമം ഈ ലക്കം പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ മുഖചിത്രവുമായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ അഭിമുഖവുമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കവി എന്നതിലുപരി സ്വന്തം രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുകയും സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ആൾ കൂടിയാണ് കുരീപ്പുഴ. അദ്ദേഹത്തിൻ്റെ അഭിമുഖം എന്തായാലും മാധ്യമം വീക്കിലിക്ക്, മാധ്യമ വായനക്കാർക്ക് വളരെ ഹൃദ്യമായ ഒരു അനുഭവമാണ്. കുരീപ്പുഴ ശ്രീകുമാറിനെ കുറിച്ച് പറയുമ്പോൾ സമതാളം മാസിക ഇറക്കിയിരുന്ന കാലത്ത് കവിത എന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന കവിയാണ് കുരീപ്പുഴ. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറിയനായിരുന്ന കുരീപ്പുഴ ഞങ്ങൾക്ക് ഒരു തണൽ തന്നെയായിരുന്നു. കാരണം വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങൾ സമതാളം ഇറക്കാൻ കാശില്ലാതെ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ നടക്കുന്ന സമയത്ത് കടമനിട്ടയും അയ്യപ്പ പണിക്കർ സാറും ഒക്കെയാണ് സഹായിച്ചിരുന്നത്. കാരണം ഉച്ചയൂണ് പോലും കഴിക്കാൻ വഴിയില്ലാതെ വരുമ്പോൾ പരസ്യം പിടിക്കാൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളായ ഞങ്ങൾക്ക് മടിയില്ലാതെ ശാസ്ത്രമംഗലത്ത് കടമനിട്ടയുടെ ഓഫീസിലേക്കോ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ അയ്യപ്പ പണിക്കർ സാർ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിലൊക്കെ ചെന്ന് ഞങ്ങൾ സഹായം വാങ്ങുമായിരുന്നു. ഇവരെയൊന്നും കാണാതിരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി ഓഫീസിൽ നടൻ മുരളി ഉണ്ടാവും. അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ മറ്റൊരാശ്രയം. അതുപോലെ ഞങ്ങളുടെ ഒരു തണൽ മരം ആണ് അന്നും ഇന്നും കുരീപ്പുഴ വാങ്ങിത്തന്നിട്ടുള്ള ഉച്ചയൂണുകൾ നമ്മുടെ പബ്ലിക് ലൈബ്രറിയുടെ പിന്നിലെ ക്യാൻറ്റീനിൽ നിന്ന് അത് മറക്കാനാവാത്ത ഒരു കാലമാണ് വിദ്യാർത്ഥി ജീവിതം. മാത്രവുമല്ല, സമതാളത്തിൻ്റെ തുടക്കത്തിൽ പ്രശസ്ത എഴുത്തുകാർ പലരും കവിതയും ലേഖനങ്ങളുമൊക്കെ തരാൻ മടി കാണിക്കുമ്പോഴും കുരീപ്പുഴ ഒരു മടിയുമില്ലാതെ ഒന്നിടവിട്ട ലക്കങ്ങളിൽ കവിതകൾ തന്ന് സഹായിച്ചിരുന്നു. അപ്പോൾ കുരീപ്പുഴയുടെ അഭിമുഖം നമ്മുടെ വർത്തമാന കാലത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും എല്ലാം ഉള്ളതാണ്. അങ്ങനെ ആ ഒരു അഭിമുഖം കൊണ്ട് തന്നെ മാധ്യമം വീക്കിലി ഇത്തവണ ശ്രദ്ധേയമാണ്. പിന്നെ എബ്രഹാം മാത്യുവിൻ്റെയും ഉണ്ണി ബാലകൃഷ്ണൻ്റെയും കഥ, സുറാബ്, മോൻസി ജോസഫ്, ഇന്ദിര അശോക്, അശ്വതി അശോകൻ ഇവരുടെ കവിതകൾ, ഈഴവർ എത്ര കണ്ട് ക്രിസ്ത്യാനികളായി, കേരളത്തിലെ മതം മാറ്റത്തെപ്പറ്റി ചരിത്ര പഠനം, വിനിൽ പോൾ, എഴുത്തുകാരുടെ ഇടം ഒട്ടും ഭദ്രമല്ല എന്നാണ് കുരീപ്പുഴയുടെ അഭിമുഖത്തിൻ്റെ തലവാചകം. മാധ്യമത്തിൻ്റെ ഈ ലക്കത്തിൻ്റെ എഡിറ്റോറിയൽ വളരെ പ്രസക്തമാണ്. നമ്മുടെ ആമയിഴഞ്ചാൻ തോട്ടിൽ നാം വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ജോയിയുടെ മരണത്തെക്കുറിച്ചാണ് വീക്കിലിയുടെ എഡിറ്റോറിയൽ. ആ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് കാരണം നാം ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാണെന്നും അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടവും സമൂഹവും ശ്രദ്ധിക്കണം എന്നാണ് എഡിറ്റോറിയലിൽ പറയുന്നത്.